നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. സോഷ്യൽ മീഡിയയിൽ താരമായി ശശി തരൂർ. സമൂഹ മാധ്യമങ്ങൾ ശശി തരൂരിനെ വാനോളം പുകഴ്ത്തുന്നത് എന്തുകൊണ്ടെന്നറിയണ്ടേ? രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ ഇന്ത്യയും അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് ശശി തരൂർ സോഷ്യൽ മീഡിയയിൽ ഹീറോ ആയിരിക്കുന്നത്. അതെ, നമ്മുടെ തരൂർ തന്നെ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ലോകവേദികളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ ഇത്രയും തുറന്നു കാണിച്ച ഒരു വ്യക്തി വേറെയില്ല. ഇന്ത്യയുടെ നിലപാടുകളും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന സഹായങ്ങളും പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഭീകര ആക്രമണങ്ങളുമെല്ലാം തെളിവ് സഹിതം തരൂർ തുറന്നുകാട്ടി. കടുത്ത പാകിസ്ഥാൻ അനുകൂല മാധ്യമങ്ങൾ പോലും ശശി തരൂർ നൽകുന്ന മറുപടികൾക്ക് മുന്നിൽ നിശബ്ദരായി പോകുന്ന കാഴ്ച ലോകം കണ്ടു. ഇന്നിപ്പോൾ ഇന്ത്യ നടത്തുന്ന ഭീകരവേട്ടയ്ക്ക് അനുകൂലമായ ഒരു വികാരം ലോകരാജ്യങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശശി തരൂർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചേ മതിയാകും. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ശശി തരൂർ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ആളാണ്. പക്ഷേ രാജ്യം പ്രതിസന്ധിയിലാണെന്ന് കണ്ടപ്പോൾ രാഷ്ട്രീയം മറന്ന് രാജ്യത്തിന് വേണ്ടി പോരാടാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. ഓപ്പറേഷൻ സിന്ദൂറിന് അദ്ദേഹം നൽകുന്ന ആത്മാർത്ഥമായ പിന്തുണ കാണുമ്പോൾ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പിലും തോറ്റ് തുന്നം പാടിയ ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയിൽ ജനാധിപത്യമില്ല, അമേരിക്കയും യൂറോപ്പും ഇടപെടണമെന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമുണ്ടോ? രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പൊരുതേണ്ട ആളെ എങ്ങും കാണാത്തത് കൊണ്ട് ചോദിച്ചു പോവുകയാണ്. പേരിന് വേണ്ടി ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടതാണ്. അനുശോചനമാണോ ഐക്യദാർഢ്യമാണോ അദ്ദേഹം നടത്തിയതെന്ന് കണ്ടു നിന്നവർക്ക് സംശയമാണ്. അത്രയ്ക്ക് കാട്ടിക്കൂട്ടലാണ് അദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്നത്. അതേസമയം ശശി തരൂരിന് വന്ന മാറ്റം എടുത്തു പറയേണ്ട ഒന്നാണ്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയ മോദിയെ പ്രശംസിച്ചും അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. രാജ്യ താൽപര്യങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും വ്യക്തി താൽപര്യങ്ങൾക്കും സ്ഥാനമില്ല എന്ന് തെളിയിക്കുകയാണ് ശശി തരൂർ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.